സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റൂമിൽ ചെറിയ ചെറിയ സ്റ്റോറേജ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു 4 ഗാഡ്ജറ്റ്സിനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഗാഡ്ജറ്റ്സും ഇപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു റിവ്യൂ എന്നുള്ള രീതിയിൽ പറയാൻ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ കൂടുതൽ ഡിലേ അടുപ്പിക്കാണ്ട് നമുക്ക് ഓരോ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൻ്റെ എല്ലാം ആമസോണിലാണ് മേടിച്ചത്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ തന്നേക്കാം. എത്രയാണ് പ്രൈസും ഞാൻ പറ്റാവുന്ന അത്ര ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ പ്രൈസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കയറി നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ വേണ്ടി പറ്റും അപ്ഡേറ്റ് പ്രൈസ് എത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഒരു ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു 4 ഡോറിൻ്റെ ഒരു ഡ്രോയർ നമുക്ക് വേണമെങ്കിൽ പറയാം, പ്ലാസ്റ്റിക്കിൻ്റെ. ഇതൊരു നയാസ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് ഏകദേശം ഒരു 700 സംതിങ് എന്തോ വരുന്നുണ്ട്, 750 എന്തോ വരുന്നു ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് വരും. ഇതിൻ്റെ തന്നെ നമുക്ക് 2 എണ്ണം ഇട്ട് വരുന്നതുണ്ട്, 3 എണ്ണം ഇട്ട് വരുന്നുണ്ടെന്ന് അറിയാമ്പോൾ 4 എണ്ണം ഇട്ട് വരുന്നുണ്ട്. നമ്മുടെ കേസിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഷെൽഫോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രോയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടെ നമുക്ക് എല്ലാ സാധനങ്ങളും കൂടെ വലിച്ചു വാരിടും. ഇങ്ങനെ ഒരു ചെറിയ ഡ്രോയർ ആകുമ്പോൾ നമുക്ക് ഓരോന്നിലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇടാം. നമുക്ക് ഒരു കാറ്റഗറിയിൽ തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചിരിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കണേ മേശപ്പുറത്ത്. നമുക്കിത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ തന്നെ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണമെങ്കിൽ വെക്കാം. ഇപ്പോൾ എൻ്റെ കബോർഡിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, അത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചീപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് വെച്ചാൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ടാണ് വരുന്നത്. 4 എണ്ണത്തിൻ്റെ ഏകദേശം 750 സംതിങ് രൂപ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇവിടെ തന്നെ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ടെമ്പററി ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റിയാണ്. നമുക്കിത് എടുത്തിട്ട് വേറെ എന്തെങ്കിലും യൂസേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഗാഡ്ജറ്റ്. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന ഒരു സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാളിൻ്റെ സൈഡിലൊക്കെ മൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ നേരത്തെ അവിടെ ഒരു ടേബിളോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് താഴെയായിട്ട് ഹോൾ ഉണ്ട്, നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് കേബിളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ യൂസ്ഫുൾ സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ കട്ടിലെ സൈഡിലൊക്കെ ഇപ്പോൾ മൗണ്ട് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് മൗണ്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് വരുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 രൂപ അടുത്തുനിന്ന് വരുന്നുള്ളൂ. അപ്പോൾ പ്രൈസ് വൈസ് കുഴപ്പമില്ല. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, അതെന്തായാലും ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മുടെ കട്ടിലാണ്. കട്ടിലെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ AC റിമോട്ടും നമ്മുടെ ഫാനിൻ്റെ റിമോട്ടും, നമുക്കറിയാം ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം വർക്കിൻ്റെ ഫാനാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ റിമോട്ടാണുള്ളത്, BLDC ഫാൻ ആയതുകൊണ്ട്. സോ അത് രണ്ടും നമ്മളിവിടെ കട്ടിലെ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. AC മൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അപ്പുറത്താണുള്ളത്. സോ അത് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ബെഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല താഴത്ത് വീഴുമോ എന്നൊക്കെയുള്ള ഒരു പേടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറകിൽ കാണുന്ന ഈ ടേപ്പ് ഉണ്ടല്ലോ, ഈ ടേപ്പാണ് അതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ടേപ്പ് ഇരിക്കുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ടേപ്പ് വെച്ച് ഒട്ടിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ സാധനം പറഞ്ഞു പോരും. സോ ഒരു നെഗറ്റീവായിട്ടുള്ള ഞാൻ 2 എണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ. 2 എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. സോ 2 എണ്ണം ഉപയോഗിച്ചതിൽ 2 എണ്ണം അതുപോലെ തന്നെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ കിട്ടും, ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജെൽ ടൈപ്പ് പോലെ ഇരിക്കും. അത് അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സ്റ്റർഡിയാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 എണ്ണം ഇങ്ങനെ ലോങ് ആയിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടേപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് മാത്രം വലിയ സ്റ്റോറേജ് അല്ല. നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ AC ഇത് റിമോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബെഡ് സൈഡിലൊക്കെ ഒട്ടിച്ച് വെക്കാം. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ വെക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോഴും ട്രസ്റ്റ് ചെയ്യൂല. പക്ഷേ നമുക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗാഡ്ജറ്റിന് എന്തായാലും നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അതെന്തായാലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കി അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. സോ അതിനൊരു ചാർജർ പോയിട്ടുണ്ട്, അത് താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈറ്റ്, അതിനും ഒരു ചാർജർ ഉണ്ട്, അത് താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു LED ലൈറ്റ്, ഇതും താഴത്തേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ നമുക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്മാർട്ട് എക്സ്റ്റൻഷൻ വഴിയാണ്. നമ്മുടെ ഈ വീഡിയോ ലൈറ്റ്, ഈ ലാപ്ടോപ്പിൻ്റെ ചാർജർ, അതുപോലെ തന്നെ ഈ ബാക്ക് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്മാർട്ട് എക്സ്റ്റൻഷനാണ് ഉപയോഗിക്കുന്നത്. സോ അതെല്ലാം കൂടെ താഴെ വരുമ്പോൾ വയറിങ് ഒരുമാതിരി മെസ്സായിട്ടായിരിക്കും വന്നിരിക്കും അല്ലേ, കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു ഗാഡ്ജറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തൊക്കെ കഴിഞ്ഞ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ടേബിളിൻ്റെ അടിയിൽ കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത്. സോ ഇങ്ങനെ 2 ബോക്സാണ് ശരിക്കും പറഞ്ഞുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു ബോക്സ് വരുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഇപ്പുറത്ത് ഞാൻ മൂടി തുറന്നിട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തോരം
സ്പേസ് ഉണ്ടെന്നുള്ളത്. സോ ഇതൊരു കേബിൾ ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു ചാർജർ ഓർഗനൈസർ എക്സ്റ്റൻഷൻ ബോക്സ് കൺസീലർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പല പേരിൽ വരുന്നുണ്ട്. ഞാൻ ആ ലിങ്ക് ഇട്ട് തരാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതും 500 രൂപ എടുത്തെന്തോ റേറ്റ് ഉണ്ട്. സോ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ ചാർജറും കാര്യങ്ങളുടെയൊക്കെ വയർ ഇതിലേക്കൂടെ എടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈഡിലായിട്ട് ഹോളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. ഓക്കെ, ഒരു സെക്ഷനിലോട്ട് വന്നതിന് അറിയാൻ പറ്റും എന്തോരം സാധനങ്ങൾ ഇതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ സ്മാർട്ട് എക്സ്റ്റൻഷൻ, നമ്മുടെ വിപ്രോയുടെ എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ LED ഡ്രൈവറിൻ്റെ പവർ കേബിളാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ലൈറ്റ്, അതായത് വീഡിയോ ലൈറ്റിൻ്റെ ഇതാണ് പോർട്ട്, ഇതാണ് പ്ലഗാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജറിൻ്റെ പ്ലഗാണ്. ലാപ്ടോപ്പിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. 120 വാട്ടിൻ്റെ 150 ഇത്രയും കണ്ടാണ് അതിവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ എക്സസ് കേബിളും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൃത്തിയോട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ നൈസായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഭയങ്കര ക്ലോസ് ആയിട്ടല്ല ഇരിക്കുന്നത്, എന്നാലും അത്യാവശ്യം ക്ലോസ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ ബോക്സിന് നമ്മൾ സ്ക്രൂ ചെയ്താണ് വെച്ചിരിക്കുന്നത്. സോഫ്റ്റ് പ്ലാസ്റ്റിക് ആയത് കാരണം നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പിലാണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ താഴ്ത്തി ചെയ്തു. അപ്പോൾ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്. കാര്യം നിങ്ങൾ കണ്ടറിയാൻ വേണ്ടി പറ്റും. കേബിൾസ് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വയേഴ്സൊന്നും താഴത്തോട്ടൊന്നും കിടക്കുന്നില്ല. ഈ ഒരു ചാർജർ ഒഴിച്ച്, അതിപ്പോൾ ഞാൻ കണക്ട് ചെയ്തതാണ്, നമ്മുടെ ഒരു പഴയ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരുന്നു. നമ്മുടെ ഒരു നെക്സ്റ്റ് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ടേബിൾ ഇവിടെ ഉണ്ട്. ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ ഡ്രോയേഴ്സ് ഒന്നും നമ്മൾ പണിതിട്ടുണ്ടായില്ല. പണിയാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയർ ഇടാൻ നേരത്ത് ബുദ്ധിമുട്ട് വരുമെന്ന് വെച്ചാണ്. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു ഡ്രോയറിൻ്റെ ആവശ്യം വരാറുണ്ട് നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള ഒരു ഗാഡ്ജറ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് നമുക്കൊരു ഡ്രോയർ പോലെ വെക്കാൻ വേണ്ടി പറ്റിയാണ്. നമ്മുടെ ടേബിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കബോർഡിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും വെക്കാൻ വേണ്ടി പറ്റും. താഴത്ത് അതിന് മാത്രം സ്പേസ് എടുക്കുന്നില്ല. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് പെൻ ഡ്രൈവ്സ് കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കത്തി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. USB റിലേറ്റഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 രൂപ സംതിങ്, 350 രൂപയൊക്കെ എന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഒരു 300 രൂപയൊക്കെ അടുത്തെന്തോ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും സ്ക്രൂ ചെയ്ത് വെക്കുന്നതല്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഉണ്ട് ഇതിൻ്റെ. എന്തായാലും ഞാൻ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ടേപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം വരുന്ന ടേപ്പ് അത്യാവശ്യം സ്ട്രോങ് ആണ്. നമ്മൾ എത്രയൊക്കെ വലിച്ചാലും ഇത് പോരില്ല. അതുപോലെ തന്നെ ഇത് ഒരെണ്ണമല്ല നമ്മൾ മേടിച്ചത്, രണ്ടാമത്തെ ഒരെണ്ണം മേടിച്ച് ഇവിടെ സെറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. നല്ല വെയിറ്റുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടി ഞാൻ പറയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ബാറ്ററി സ്പെയർ ബാറ്ററി കാര്യങ്ങളുള്ള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതായിരുന്നു നമ്മുടെ 4 യൂസ്ഫുൾ ആയിട്ടുള്ള റൂം ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് പറ്റിയ പ്രോഡക്റ്റ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നതും എൻ്റെ ഉപയോഗത്തിൽ കുഴപ്പമില്ലാന്ന് തോന്നിയ 4 ഗാഡ്ജറ്റ്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ പ്രൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി നോക്കാം. റിവ്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക. പ്രൈസർ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ പ്രൈസറായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഒരു സജഷൻസ് കാര്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് വേണം. കാര്യം നമ്മളിങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്തിട്ട് കുറച്ച് നാൾ മുമ്പായിട്ട് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് ആർസിയുടെ അപ്ഗ്രേഡ്സ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട് കുറച്ച് ടൈറ്റ് കാര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരിത്തിരി ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ എന്തായാലും പറയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.